ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പലണ്ടി ചമ്മന്തിയാണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പിടി പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്, 5-6 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8-10 കുരുമുളക്, നെല്ലിക്ക വലിപ്പത്തില് പുളി, 4 വറ്റൽമുളക്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ തേങ്ങ അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ മതിയാകും തേങ്ങ ചുട്ടെടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ചിരട്ടയിൽ നിന്ന് വിട്ടു പോകുമ്പോഴേക്കും നമുക്കത് മാറ്റി വെക്കാം. ചുട്ടെടുത്ത തേങ്ങ ചിരട്ടയൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളിയും വറ്റൽമുളകും കപ്പലണ്ടിയും ഒക്കെ ഒന്ന് ചെറുതായി എണ്ണയിൽ വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് ഒരു 3/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് ആദ്യം മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി കപ്പലണ്ടി ഇട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കപ്പലണ്ടി എണ്ണയില്ലാതെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കപ്പലണ്ടി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ചുട്ട തേങ്ങയും കപ്പലണ്ടിയും ഇട്ടുകൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങയും കപ്പലണ്ടിയും ഒക്കെ നന്നായി ചതഞ്ഞിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുളക്, ചുവന്നുള്ളി, ഇഞ്ചി, കുരുമുളക്, ഉപ്പ്, പുളിയൊക്കെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ അരച്ചെടുക്കാം. വറ്റൽമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഉരുട്ടിയെടുക്കാം. വളരെ വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.